നിന്നും അനന്തരമെടുക്കണം എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ ആരാണ്? യാക്കൂബ് നബിന്റെ ഉപ്പ ആരാണ്? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ ഉപ്പ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റേ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നത് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ വാപ്പയാണെന്നാണ്. കാരണം പ്രവാചകന്മാർ മുഴുവനും വന്നത് ഇബ്രാഹിം നബിക്ക് ശേഷം രണ്ട് മക്കളിലൂടെയാണ്. ഒന്ന് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ പ്രവാചകത്വം അവസാനം എത്തി നിൽക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൽ. ഒരു പരമ്പര. അടുത്ത മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മക്കയിൽ താമസമാക്കിയ കഅബം പണിയാൻ വാപ്പയെ സഹായിച്ച നബിയുല്ലാഹി ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ ഇസ്മായിൽ നബിന്റെ പരമ്പരയിൽ വന്നത് ഒറ്റ നബിയാണ്, ഒരേ നബിയെ വന്നിട്ടുള്ളൂ. ആ നബിയാണെങ്കിലോ അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കരിയ നബി അലൈഹിസ്സലാം രണ്ട് തറവാട് അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ഇസ്ഹാഖി പരമ്പരയുണ്ട്, മറ്റൊന്ന് ഇസ്മായിലി പരമ്പരയുണ്ട് അലൈഹിമുസ്സലാം. ഇതിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, അതായത് യാക്കൂബ് നബിയുടെ പരമ്പരയിൽ അനന്തരമെടുക്കുന്ന ഒരു മോൻ, നല്ല ഒരു മോൻ എനിക്ക് തരണം. വജഅൽഹു റബ്ബി റദിയ, അല്ലാഹുവേ ആ കുഞ്ഞിനെ നീ റദിയൻ, അത് വല്ലാത്തൊരു വാക്കാണ്. റദി എന്ന് പറഞ്ഞാൽ, റദിയ് എന്ന് പറഞ്ഞാൽ റാദിയും സ്വയം തൃപ്തിപ്പെടുന്ന ആളാവണം. വയുർദി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആള് സംതൃപ്തനാണ്, മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരു മോനെ തരണം പടച്ചവനെ എന്നാണ്. അതായത് കൺകുളിർമയുള്ള ഒരു മകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന മോനാണ് റദിയൻ. അല്ലാഹുവേ നിന്നെ പറ്റി തൃപ്തിപ്പെടണം, നീ അവനെയും തൃപ്തിപ്പെടണം, അവനെ കൊണ്ട് ജനങ്ങളും തൃപ്തിപ്പെടണം. അങ്ങനത്തെ ഒരു മോനത്താ പടച്ചവനെ. വജഅൽഹു റബ്ബി റദിയ. കുട്ടിയില്ലാണ്ടിരിക്കും നമ്മൾ എന്താ പറയാ, എങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഒരു കുട്ടീനെ കിട്ടിയാൽ മതി, അങ്ങനെ നമ്മൾ പറയാം. അപ്പോഴാണ് അത്ര ആലോചിക്കുള്ളൂ, അത്രയും ഡെസ്പറേറ്റ് ആയിരിക്കും, നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണ്. ചൊറുക്കുണ്ടോ നിറണ്ടോന്ന് അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഒരു വളർത്താൻ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അല്ലാഹു നീ തരാൻ നിനക്ക് നിശ്ചയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റദിയൻ, വലിയൻ എന്നൊക്കെ പറഞ്ഞ ഈ നാമങ്ങൾ ഉച്ചരിക്കണം. അല്ലാഹു നല്ലൊരു കുഞ്ഞിനെ തരണേ പടച്ചവനെ. അങ്ങനെ അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് ഉടനെ ഉത്തരം കൊടുക്കുകയാണ്. ഉടനെ ചോദിച്ചു, അപ്പോഴേക്ക് ഉത്തരം കൊടുത്തു. സമയം വൈകിയില്ലെന്നാണ്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. സക്കരിയ നബിയെ, നിങ്ങൾക്ക് നാം ഒരു കുഞ്ഞിനെ നൽകാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, ഇതൊരു വ്യത്യസ്തമായ പേരാണ്. ഇതിന് സമാനമായൊരു പേര് മുമ്പ് ഒരാൾക്കും നാം നൽകിയിട്ടും ഇല്ല. യഹ്യ എന്ന പേരുള്ള ഒരു മകനും ഒരാളും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. ആ കുഞ്ഞിന്റെ പേര് കൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. ദാ കുഞ്ഞിനെ തരുന്നു, കുഞ്ഞിന് പേരിടണം, യഹ്യ എന്നായിരിക്കണം പേര്. ഖാല, സക്കരിയ നബി ചോദിച്ചു, റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എനിക്കെങ്ങനെ പടച്ചോനെ കുട്ടി ഉണ്ടാവുക? വകാനത് ഇംറഅതി ആഖിറ, എന്റെ പെണ്ണാണെങ്കിലോ പ്രസവിക്കാത്തവളല്ലേ. വഖദ് ബലഗതു മിനൽ കിബരി അതിയ, ഞാനാണെങ്കിലോ ഒരുപാട് പ്രായമായല്ലോ. ഇതൊരു അത്ഭുതകരമായ ചോദ്യമാണ്. കാരണം പടച്ചവനെ എനിക്ക് പ്രായമായിട്ടുണ്ട്, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, എന്നാലും നിനക്ക് തരാലോ എന്ന് ചോദിച്ച അതേ നബിയാണ് ഇതാ കിട്ടി എന്ന് പറഞ്ഞപ്പോ. അങ്ങനെയാണല്ലോ, ഒരാൾ പ്രതീക്ഷിച്ചു, വലിയ കഷ്ടപ്പാടാ ബുദ്ധിമുട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര ആവശ്യം? എനിക്കൊരു 2-3 ലക്ഷം കടണ്ട്, ഇതാ പിടിച്ചൊരു 15 ലക്ഷം. എനിക്കോ 15 ലക്ഷം എനിക്ക് തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഒരു ആശ്ചര്യത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ചോദ്യമാണ് ഈ പറയും. അല്ല പടച്ചോനെ, നീ എനിക്ക് കുഞ്ഞിനെ തരാന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, അല്ലാഹുവേ നീ എങ്ങനെയാണ് ഈ മരിച്ചവരൊക്കെ ജീവിപ്പിക്കുന്നത്? എങ്ങനെ പടച്ചോനെ നീ ജീവിപ്പിക്കണേ, മരിച്ചവരൊക്കെ ജീവിപ്പിക്കുന്നത്? ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഈമാനില്ലേ? ഖാല ബല, ഉണ്ട് റബ്ബേ, പക്ഷേ എന്നാലും ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞ സംഗതി ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് റബ്ബേ. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടി. ഈമാനില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ഖൽബിനൊരു, അങ്ങനെയുള്ള ഒരു വിഷയം കാണുമ്പോ കൂടുതൽ അത് നമുക്ക് മനസ്സിലേക്ക് പതിയുമല്ലോ. അള്ളാഹുവിന്റെ ആരായി ചോദിക്കുന്നത്? 16 വയസ്സുള്ളപ്പോ തീയിലേക്ക് എറിയപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അന്ന്
ആ ബിംബാരാധന ചെയ്യുന്ന സമൂഹത്തോട് പടപൊരുതിയ എന്റെ അള്ളാഹു ബിംബമല്ല, എന്റെ അള്ളാഹു മൂർത്തി രൂപമുള്ളവനല്ല, എന്റെ അള്ളാഹു കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനാണ്, എന്റെ റബ്ബാണ് ഭൂമിയെ കറക്കുന്നത്, സൂര്യനെ കറക്കുന്നത്. യുഹീ വ യുമീതു. നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംവാദം അതാണ്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്. അപ്പോഴേ നമ്രൂദ് ഒരാളെ കൊണ്ടുവന്നിട്ട് ജയിലിലെ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു ജയിൽ, രണ്ടാളെ കൊണ്ടുവന്ന് ഒരാളെ കൊന്നു, ഒരാൾ നീ വെറുതെ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനും ജീവിപ്പിക്കുന്നു, ഞാനും മരിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഒരു മൗഢ്യമായ മറുപടി കൊടുത്തില്ല. ഇബ്രാഹിം നബി അടുത്ത ചോദ്യം, എന്റെ റബ്ബിത സൂര്യനെ എന്നും കിഴക്കുന്ന് കൊണ്ടുവരുന്നു, നിനക്ക് പടിഞ്ഞാറുന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അവിടെ ഉത്തരം മുട്ടി, അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുന്ന, പടച്ചോനെ നീ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അപ്പോഴേ അള്ളാഹുവിന്റെ ചോദ്യം, അവലം തുഅ്മിൻ, നിങ്ങൾ മുഅ്മിനായിട്ടില്ലേ? ഖാല ബല, ഉണ്ട് പടച്ചോനെ, ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഖൽബിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഖുദ് അർബഅതൻ മിനത് ത്വയ്ർ, 4 പക്ഷികളെ പിടിച്ചേക്കണം, അവയെ അറുക്കുകയും അവരുടെ മാംസങ്ങളൊക്കെ മിക്സ് ചെയ്ത് 4 മലമുകളിൽ ഈ മാംസ കഷ്ണങ്ങൾ കൂട്ടിക്കുഴച്ച് നിങ്ങൾ 4 മലമുകൾ കൊണ്ടുപോയി വെക്കുക. സുമ്മ ദുഅഹുന്ന, എന്നിട്ട് പക്ഷികളോട് എൻ്റെ അരികത്തേക്ക് പാറി വരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ യഅതീനക സഅയ, ആ പക്ഷികൾ പാറി വരുന്നത് കാണാൻ കഴിയും. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അത് നേരിട്ട് കാണാൻ കഴിയുകയും ചെയ്തു. അംബിയ ഇങ്ങനെയൊക്കെ സക്കറിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അങ്ങനെയാണ് പ്രായമായി എനിക്ക് കുഞ്ഞിനെ തരാൻ അള്ളാഹ്ക്ക് കഴിയും, പ്രസവിക്കാത്ത എന്റെ ഭാര്യയെ അവൾക്ക് ഗർഭം നൽകാനും അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അള്ളാഹു മക്കൾ ദാ തരുന്നു, യഹ്യ എന്ന പേര്, കുഞ്ഞിന്റെ പേരും കൊടുത്തു. ഇതൊരിക്കലും ഞാൻ ആർക്കും പേര് വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ പേരാണ് എന്നും പറഞ്ഞ് കൊടുത്തപ്പോഴാണ് അന്നാ യകൂനിലി ഗുലാം, എനിക്ക് കുട്ടിനാവേ, എന്റെ ഭാര്യയാണെങ്കിൽ ഇത്രയും കാലം പ്രസവിച്ചിട്ട് പോലുമില്ല. അതങ്ങനെ തന്നെയാണ്. അങ്ങയുടെ രക്ഷിതാവ് പറയുന്നു, ഇതെനിക്ക് വളരെ എളുപ്പമാണ്. ഒരു കുഞ്ഞിനെ തരാനോ? ഈ മൃഗങ്ങളൊക്കെ പടക്കുന്നില്ലേ, അള്ളാഹു നക്ഷത്ര ഗോളങ്ങളെ പടക്കുന്നില്ലേ, അള്ളാഹു ഈ ആകാശ ലോകത്തെ പടച്ചില്ലേ, പിന്നെയാണ് 2 കാലിൽ നടക്കുന്ന ഒരു മനുഷ്യനെ പടക്കാൻ? ഇതിനു മുമ്പ് വേറെ നടന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 90 വയസ്സുള്ള സമയം ഇസ്മായിൽ നബി അലൈഹിസ്സലാം 80 കഴിഞ്ഞ കാലം, 80 കഴിഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഉമ്മയും വാപ്പയും ഇല്ലാതെ ആദം നബി അലൈഹിസ്സലാം, വാപ്പയുണ്ട് ഉമ്മയില്ലാതെ ഹവ്വാ ബീവി. ഇതൊക്കെ ചെയ്ത പടച്ചവന് പിന്നെ ഇത് വലിയ പണിയാണോ എന്ന് പറഞ്ഞ് ഇനി അതിൽ ബാക്കി നിൽക്കുന്ന ഒരു ഭാഗമേ ഉള്ളൂ, വാപ്പയില്ലാതെ ഉമ്മയിൽ നിന്ന്. അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ആ ജന്മത്തിന്റെ തുടക്കമാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവം. അള്ളാഹുവിന് എളുപ്പമാണ്. അള്ളാഹുവിന് ഒരു കുഞ്ഞിനെ നൽകാൻ എന്ന് കഴിയുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യമോ അതൊന്നും അള്ളാഹുവിന് പ്രശ്നമല്ല. യഹ്യാ നബി അലൈഹിസ്സലാം ജനിച്ചു എന്ന് കഴിഞ്ഞപ്പം തന്നെ ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഒരു ഉപ്പയില്ലാതെ ആ ഒരു സംഭവം ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ജനങ്ങളെ അള്ളാഹു കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം ഈസാ നബി അലൈഹിസ്സലാമിന്റെയും യഹ്യാ നബി അലൈഹിസ്സലാമിന്റെയും കാലഘട്ടം ഒരേ കാലഘട്ടമാണ്. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ വന്ന നബിമാരാണ്. സുബ്ഹാനല്ലാഹ്. ഖാല റബ്ബി ജഅൽ ലി ആയ വഖദ് ഖലഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ. സക്കരിയ നബിയെ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചുവല്ലോ, വലം തകു ശൈആ, നിങ്ങളൊന്നുമായിരുന്നില്ലല്ലോ, നിങ്ങൾ പറയപ്പെടാവുന്ന ഒന്നുമല്ലാതിരുന്ന ഒരു കാലം നിങ്ങളെ അല്ലാഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നില്ലയോ? അതിനാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പിന്നെ അള്ളാഹുവിനോട് ദൃഷ്ടാന്തം ചോദിക്കുന്നുണ്ട്. എന്നാലും പടച്ചവനെ, ഭാര്യയ്ക്ക് വിശേഷമായി എന്നറിയാൻ വല്ല അടയാളവും ഉണ്ടോ? അപ്പോഴാണ് അള്ളാഹു തആല 3 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മറുപടി വരുന്നത്. ബനു ഇസ്രായേലിലെ പ്രവാചക ശൃംഖല ഇമ്രാൻ, സക്കരിയ എന്ന് പറയുന്ന 2 മഹത്തുക്കളിൽ എത്തി നിൽക്കുകയാണ്. ഇമ്രാൻ എന്നവരെ, അതായത് മറിയം ബീവിയുടെ ഉപ്പ ഇമ്രാൻ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം യഹ്യാ നബിയുടെ ഉപ്പ, ഇവര് ചെന്നു ചേരുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വംശപരമ്പരയിലേക്കാണ്. ഇമ്രാൻ എന്നവരും സക്കരിയ എന്നവരും വിവാഹം ചെയ്യുന്നത് 2 സഹോദരിമാരെയാണ്. ഒരാൾക്ക് 2 ഭാര്യമാർ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് സഹോദരിമാരെ വിവാഹം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ജ്യേഷ്ഠത്തിന് 5ത്തിനും കല്യാണം കഴിച്ചു, അങ്ങനെ പാടില്ല.
നേരെ മറിച്ച് രണ്ടാളുകൾ, ഒരാൾ ജ്യേഷ്ഠത്തെ കഴിച്ചു, മറ്റാൾ അനിയത്തെ കഴിച്ചു. അപ്പോ മഹാനായ സഖരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുപോലെ തന്നെ ഇമ്രാൻ എന്നവരും രണ്ടുപേരും കല്യാണം കഴിച്ചു. ഇമ്രാൻ എന്നവർ ഹന്ന എന്നവരെ